നമ്മൾ ഇത് കണ്ടാ വരിക്കച്ചക്ക പാട്ടുണ്ടല്ലോ, വരിക്കച്ചക്കട ചോള കണക്കിന് തുടുത്തൊരു കല്യാണി, തുടുത്തൊരു കല്യാണി, വടകരയിൽ കാവടി കാണുമ്പോ കണ്ടോടി ഞാനൊരു മിന്നാട്ടം. ട്രെൻഡായിട്ട് അപ്പം ഞാൻ എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നത് ഞാനപ്പോൾ ചക്കൻ ചേട്ടാ. അപ്പം ഇന്ന് എന്ത് മധുരമെന്നറിയാമോ, തേൻ ഭരിക്കാൻ കേട്ടാ. ഇത് ഈ നാട്ടിലെ ചക്കയൊന്നുമല്ല കേട്ടാ, നമ്മുടെ നിലമ്പൂർ ചക്ക. നിങ്ങൾ ടൂർ പോയപ്പോൾ ചക്കയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. വേണ്ട എന്ത് മധുരമെന്ന് അറിയാമോ, എന്താ ഇപ്പം മഴ പെയ്യണേന് മുമ്പ് കിട്ടിയ ചക്ക ഉണ്ട്, അത് കാരണം വെള്ളമൊന്നും കയറിട്ടില്ല. ചക്കപ്പൊടി ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, ചക്ക ഇത് വെച്ചിട്ട് റൊട്ടി ഉണ്ടാക്കാം. ഇത് വെച്ച് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാന്നറിയാമോ. ചക്കക്കുരു ആണെങ്കിൽ നമുക്ക് ചതച്ച് വറക്കാം, ഉണക്കമുളകൊക്കെ വെച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് വറുത്ത് ഉപ്പും കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. ഇതല്ലേ ചുളയൊക്കെ. ഓ എനിക്ക് വലിയ എല്ലാവരും വരിക്കച്ചക്ക ഇങ്ങനെ എടുത്തിട്ട് പാട്ടല്ലേ പറഞ്ഞത്, ശരിക്കുള്ള ചക്ക കാണിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടാണ്, വരിക്കച്ചക്കയുടെ ചുള കണക്കെന്നും പറയും. ശരിക്കും വരിക്കച്ചക്ക, തേൻ വരിക്കച്ചക്ക ഉണ്ടാവും. അത്രയ്ക്ക് മധുരം എന്ന് പറഞ്ഞാൽ തേനിന്റെ മധുരം. ആർക്കെങ്കിലും ചക്ക വേണമെങ്കിൽ എളുപ്പം പാട്ടാ തരാം, ഇന്ന് തന്നെ വേണം കേട്ടോ, കുറച്ച് തരാം ഇതിന്ന്. പശക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അടുത്തുള്ള ആരെങ്കിലൊക്കെ ആണെങ്കിൽ ഞാൻ തരാം. ഇത്ര ഉണ്ട്, ഇതൊരു പകുതി കൊണ്ട് ഒഴുകുന്നു. ഇത് വെച്ച് ഐസ്ക്രീം, ചക്കപ്പൊരി, പായസം, അട, റൊട്ടി ഒക്കെ ഉണ്ടാക്കണം. ചക്കക്കുരു തന്നെ ഇത്ര ഉണ്ട്. അപ്പം ഞാൻ 1 കിലോ ചക്ക ഇവിടെ നിന്ന് അടിച്ചത് 55 രൂപക്കാണ്. കൊള്ളില്ലായിരുന്നു കേട്ടോ ചക്ക. എനിക്കിത് കിട്ടിയപ്പോൾ എന്താ സ്വർഗം കിട്ടിയ പോലെ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി. ആരെങ്കിലും അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ 2-3 കഴിക്കാൻ കുറച്ചിച്ച എത്ര കൈയിടാൻ പാടില്ല, പൊളിച്ച് വെച്ചാൽ പിന്നെ കൈയിടരുത്, എന്തെങ്കിലും തവി കൊണ്ട് എടുക്കാവുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും കൊതിയുണ്ടെങ്കിൽ വന്നു. കാരണം ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നൊരു സാധനം ചക്ക. ഈ വർഷം കഴിഞ്ഞ കൊല്ലം തൊട്ട് ഒരു കഷ്ണം ചക്ക തിന്നിട്ടില്ല. കൊതി കൊണ്ടിട്ട് അടുത്ത കടയിൽ പോയിട്ട് 65 വേണ്ട 55 രൂപയ്ക്ക് നീര് ചുളത് ഇത്ര ഉണ്ടാവുള്ളൂ, ചുളയും ചക്കയും കൂടെ. അങ്ങനത്തെ ഒരു കഷ്ണം മേടിച്ചത്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടം. ആർക്കെങ്കിലും കൊതിയുള്ളവർ അടുത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ വന്നാൽ കുറച്ച് തരാം, ഒരു കൊതി മാറാനുള്ളത് തരാം കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ പിന്നെ എല്ലാവരും കാണുന്നുണ്ട് അറിയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും എൻ്റെ വീഡിയോസ്, പിന്നെ നമ്മൾ മോശം വീഡിയോ ഒന്നല്ല ഇടുന്നത്. ഓരോരുത്തർ ഓരോന്നും യൂട്യൂബിൽ കാണുമ്പോൾ ഭയങ്കര കമൻ്റൊക്കെ കാണണം. പക്ഷെ എല്ലാവരും ഇങ്ങനെ കൊണ്ടാകുന്നത് നമുക്ക് മോശം വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. നമ്മളുള്ള വീഡിയോ നല്ല വൃത്തിയുള്ള വീഡിയോ ഇടണം, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാതെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ളൊരു വീഡിയോ. അല്ലെങ്കിൽ ഞാനിതൊക്കെ പോലെ ചക്കച്ചോള ഇത് വരിക്ക ചക്കയുടെ ഡാൻസൊക്കെ കളിച്ചാൽ നമ്മളൊക്കെ കളിക്കുന്ന ആൾക്കാരാണ്. അത് വേണ്ട, നമ്മുടെ പ്രായത്തെ ബഹുമാനിക്കണമല്ലോ. പിന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്യണ ഇതാക്കണം. അപ്പം എനിക്ക് സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കും സബ്സ്ക്രൈബ് കൂടുള്ളൂ. പിന്നെ ചാനലിൽ നിന്ന് എന്തെങ്കിലും ഒരു കുഞ്ഞു വരുമാനം, വീട്ടിലിരിക്കണല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം. പിന്നെ ചെറിയൊരായിട്ട് അച്ചാർ ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ എൻ്റെ ലൈഫ് പോകുന്നു. ഹാപ്പിയാണ്. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചക്ക വേണ്ടവർ ഞാൻ വീണ്ടും പറയുന്നു, വേണമെങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ കുറച്ച് തരാം. ഒരു 10-15 വെച്ചൊക്കെ തരാം, വേണമെന്നുണ്ടെങ്കിൽ വരും. അപ്പം അടുത്ത വീഡിയോ കാണാം. ബായ്.